നിറച്ച് ഇതുപോലെ മുട്ടുകളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ജെഫറി ടിപ്സിൻ്റെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നമുക്കുണ്ടല്ലോ താമരച്ചെടികളെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല അല്ലേ. അപ്പം നമ്മുടെ താമരച്ചെടിയിൽ നല്ല ഭംഗിയായിട്ട് നിറച്ച് പൂക്കൾ വരാനായിട്ട് എളുപ്പത്തിൽ നമുക്കൊരു വിദ്യയുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്താണെന്നറിയുമോ? നമ്മുടെ താമരച്ചെടിയിലെല്ലാം നിറച്ച് മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ വന്ന മുട്ടുണ്ടല്ലോ ഇങ്ങ് വിരിയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ വന്നിട്ട് നമുക്ക് നല്ല വിരിയാനായി നിൽക്കുന്ന ഈ താമരച്ചെടീൻ്റെ പൂക്കളെല്ലാം നമ്മളിങ്ങനെ ഈ മുട്ടയ്ക്ക് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് വിടർത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ വിടർത്തി കൊടുക്കുമ്പം എല്ലാം നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും കേട്ടോ. ഇനി അഥവാ നമ്മളിത് വിടർത്തിയില്ലെങ്കിൽ എന്താണെന്നറിയോ? ഇതിങ്ങനെ തന്നെ അങ്ങ് നിന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകുള്ളൂ. അപ്പം അതിലൊരു നല്ല പൂവൊക്കെ വിരിഞ്ഞ് കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഇതുപോലെ എന്തായാലും ചെയ്തു കൊടുക്കണേ. ഇതാട്ടോ നമ്മുടെ താമരച്ചെടിയിൽ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളെല്ലാം നമ്മളിങ്ങനെ വിടർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ചെറിയ ചെറിയ കുറേ മുട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിന് എന്ത് വളമാണ് കൊടുക്കുന്നതെന്ന് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇത്രയും നല്ല ഭംഗിയായിട്ട് നമ്മുടെ പോട്ട് നിറച്ച് മുട്ടുകളും പൂക്കളും ആയിട്ട് നല്ലോണം വരും. വേറൊരു താമരയാണ് കേട്ടോ. പക്ഷെ എനിക്ക് താമരച്ചെടി ഉണ്ടല്ലോ അധികം ഇല്ലാത്തത് കൊണ്ട് ഇതിന് എന്താ പറയുക, ഇതിൻ്റെ പേരൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വെറൈറ്റിൻ്റെ ഒക്കെ പേരൊക്കെ അറിയുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുണ്ട്, ഇതൊക്കെ എന്ത് ഭംഗിയായിട്ടെന്നറിയാം. ഇങ്ങനെ നമ്മളിങ്ങനെ വിടർത്തി കൊടുത്തതാണ് കേട്ടോ. എല്ലാം നല്ല വിടർന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി കുറേ മുട്ടുകൾ നമുക്ക് വിരിയാനുണ്ട് കേട്ടോ. കുറേ കുഞ്ഞു കുഞ്ഞു മുട്ടുകളും വരുന്നുണ്ട്. ഇതുണ്ടല്ലോ ഞാൻ ഈ ഒരു വളം കൊടുത്തപ്പോഴാണ് കേട്ടോ ഇത്രയും നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ വരുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ താമര വളർത്തുന്നവർ നല്ല സൺലൈറ്റ് ഉള്ള ഭാഗത്ത് വേണം കേട്ടോ നമ്മുടെ താമര ചെടീനെ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പം പിന്നെ ഇതുപോലെ ഉണ്ടല്ലോ, എനിക്ക് വേറൊരു ചെടിയും കൂടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ വേറൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതിലുണ്ടല്ലോ, ഇതിൽ പൂക്കൾ വരൽ കുറച്ച് കുറവാണ്. ഇപ്പോൾ ഇത് കുറേ നാൾ കൂടി കേട്ടോ ഇതിലൊരു മുട്ട് വന്നത്. അപ്പം അതിനെനിക്ക് മെയിനായിട്ട് തോന്നിയ ഒരു റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുണ്ടല്ലോ ശരിക്കും നമ്മൾ താമര വിരിയണം നല്ല വെയിൽ വേണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വലിയ ഇലയായിട്ട് ഇങ്ങനെ ഇതുണ്ട്, ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഇലകൾ ഇങ്ങനെ നിൽക്കുമ്പം ഇതിൻ്റെ ചുവട്ടിലേക്ക് സൂര്യപ്രകാശം കിട്ടാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഈ വലിയ ഇലയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒടിച്ച് കളയണം കേട്ടോ. ഇങ്ങനെ ഒടിച്ച് കളയുക. അപ്പോൾ എന്താക്കും, ഡയറക്റ്റ് ഈ സൂര്യപ്രകാശം ഈ ഒരു പോട്ടിലേക്ക് നല്ലോണം കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കളും മുട്ടുകളൊക്കെ വരും കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ചോടൊക്കെ നല്ലോണം വൃത്തിയാക്കി കൊടുക്കണേ. ഇങ്ങനെ കരിഞ്ഞ ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റി കൊടുത്ത് ക്ലീൻ ചെയ്ത് കൊടുക്കുക. താമരേനെ വളർത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നമുക്കെല്ലാവർക്കും വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ താമരച്ചെടി. എത്താൻ സൗകര്യമുള്ളവർക്കൊക്കെ ആണെങ്കിൽ താമര നമുക്ക് വളർത്തിയെടുക്കാം. വേണ്ട, ഇതിൽ വേറെ ചെറിയ മുട്ടുകളൊക്കെ ഇടയ്ക്കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇത് വിരിയട്ടെ, ഇത് വിരിഞ്ഞാൽ അറിയാവുള്ളൂ ഏത് കളറാണ്. പക്ഷേ ഇതിൻ്റെ ഫ്ലവർ വിരിയാത്തത് കൊണ്ട് എനിക്കിത് ഏത് കളറാണെന്ന് അറിയത്തില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഇതിൽ വിരിയുന്നത്. നമ്മുടെ ഈ താമരച്ചെടി കണ്ടോ, അതിൻ്റെ ഇലകളെല്ലാം നല്ല ഗ്രീൻ കളറിലും ഉള്ള പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ താമരച്ചെടി വളർത്തുന്നവരുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ താമര നല്ല വെയിലത്താണ് നമ്മൾ വെച്ചതെങ്കിൽ അതിൻ്റെ പോട്ടിൽ നിറച്ച് എപ്പോഴും നല്ല വെള്ളം നിറഞ്ഞു നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ ഒരു ചെടീൻ്റെ ചുവട്ടിൽ കാണുന്ന ചീഞ്ഞ ഇലകളും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് മാറ്റി കളയണം കേട്ടോ. പിന്നെ നമ്മൾ താമരച്ചെടി നട്ടുപിടിപ്പിക്കുന്നത് ഞാനിത് ട്യൂബർ നട്ടിട്ടാണ് കേട്ടോ. നമുക്കിതുപോലെ നല്ല ഭംഗിയുള്ള ചെടികളായത്. അപ്പം എന്താണ് നമ്മൾ വളം കൊടുക്കുന്നത് നിങ്ങളുടെ കാണാവേ. ഇവിടെ താമരച്ചെടിയിലുണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ NPK 19 കേട്ടോ. ഇതൊരു 5 ഗ്രാം നമ്മളിതുപോലെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇത് നമ്മുടെ ഫംഗിസൈഡാണ് കേട്ടോ. നമ്മുടെ ചെടികൾ എന്താ പറയുക, എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങ് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 1 ഗ്രാമോ 2 ഗ്രാമോ ഫംഗിസൈഡ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അടുത്തതായിട്ട് ഇതുപോലെ തന്നെ 5 ഗ്രാം നമ്മുടെ എപ്സോം സാൾട്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരൊറ്റ വളം മതി കേട്ടോ. നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് നല്ല ഭംഗിയിൽ പൂക്കൾ തരും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ. സാധാരണ രീതിയിൽ നമ്മൾ താമരച്ചെടിക്ക് വളം കൊടുക്കുമ്പോഴല്ലോ ഇങ്ങനെ നമ്മൾ കിഴി കെട്ടിയിട്ടൊക്കെ നമ്മൾ ഓരോ വളങ്ങൾ ഈ താമരേൻ്റെ പോട്ടിൽ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഈ രീതിയിൽ ചെയ്തപ്പോഴും എനിക്ക് നല്ല ഭംഗിയിൽ തന്നെ ആ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വളം ഉണ്ടല്ലോ, നമ്മൾ ഓൾറെഡി നമ്മുടെ താമര പൗണ്ടിൽ നമുക്ക് ഓൾറെഡി വെള്ളമുണ്ട്. അപ്പം എന്തായാലും ഈ വെള്ളത്തിലേക്ക് നമ്മൾ നമ്മുടെ ഈ വളത്തിൻ്റെ വെള്ളം കൂടെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഫംഗിസൈഡും നമ്മുടെ എപ്സോം സാൾട്ടും NPKയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ വെള്ളത്തിൽ യോജിച്ച് നമ്മുടെ ചെടികൾ നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കൾ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നല്ല വളം നമ്മുടെ താമരച്ചെടിക്ക്
ഇട്ടു കേട്ടോ. ഇനിയുണ്ടല്ലോ, ഞാനിപ്പോൾ കാണിച്ചു തന്ന പോലത്തെ വളങ്ങളൊന്നും കൊടുക്കാനിപ്പം കൈവശമില്ലാത്തവരാണെങ്കിൽ നമ്മുടെ എപ്സോം സാൾട്ടോ അല്ലെങ്കിൽ NPK 19 മാത്രമായാലും മതി കേട്ടോ. ഇതുപോലെ നമ്മളൊരു കുറച്ച് നമ്മളിങ്ങനെ എടുത്തു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ താമരച്ചെടീൻ്റെ ഈ ഒരു ഇതിലുള്ള വെള്ളത്തിലേക്ക് നമ്മളിതുപോലെ ഡയറക്റ്റ് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെയും നമുക്ക് ചെയ്തു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ഈ വെള്ളത്തിലേക്ക് ലയിച്ച് ചേർന്ന് ഈ ചെടി അങ്ങ് വളർന്ന് നല്ല ഭംഗിയിൽ പൂക്കൾ തരും കേട്ടോ. അപ്പോൾ ഇതേ രീതിയിലൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാവേ. പിന്നെ നമ്മൾ ഈ താമരച്ചെടി വളർത്തുമ്പോണ്ടല്ലോ, ഈ ഒരു പോട്ടിലുണ്ടല്ലോ അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ വെള്ളം നിൽക്കണം കേട്ടോ. നിറഞ്ഞ് വെള്ളം ഉണ്ടായിരിക്കണം. കണ്ടോ, ഇതുപോലെ നല്ലോണം വെള്ളത്തിൽ വേണം വളരാനായിട്ട്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ താമരച്ചെടി വളർത്തി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ താമരച്ചെടീൻ്റെ ചുവട്ടിൽ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയപ്പം ഇതാ നമ്മൾ അന്നത്തെ വളങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇത് കണ്ടോ, വീണ്ടും നിറച്ച് ഇതുപോലെ മുട്ടുകളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ താമരച്ചെടിയിൽ നമുക്ക് പഴയ ഉണ്ടായിരുന്ന പൂവും കാര്യങ്ങളെല്ലാം ഇതാ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പം അതിന് ശേഷം ഇതാ പഴയ പൂക്കളായിരുന്നു കേട്ടോ, അതെല്ലാം കൊഴിഞ്ഞ് ഇതിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിന് ശേഷം ഈ ഒരു വളം കൊടുത്തപ്പോൾ വീണ്ടും നമുക്ക് വന്ന മുട്ടുകളാണ്. പിന്നെ ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് വിരിവേ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വളങ്ങളൊക്കെ കൊടുക്കുന്നത്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പം ഈ ഒരു രീതിയിൽ താമരച്ചെടി വളർത്തുന്നവർ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ. നല്ല ഭംഗിയായിട്ട് നിറഞ്ഞ് പൂക്കൾ തരും. അതുമാത്രമല്ല, വളർത്തുന്നവർ എന്തായാലും നിർബന്ധമായിട്ടും നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ആകുമ്പോഴേക്കും നമ്മുടെ വളവും നല്ല സൺലൈറ്റും ഒക്കെ കൂടി കിട്ടുമ്പോഴേക്കും ഇതുപോലെ നിറഞ്ഞ് താമര പൂക്കും കേട്ടോ. അപ്പം നല്ലൊരു ഐഡിയ ആണ്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എല്ലാവരുടെയും വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.